നവംബർ 16 തുടങ്ങിയ ശബരിമല തീർത്ഥാടന കാലം ഒരു മാസം പിന്നിടുമ്പോൾ അയ്യപ്പ ദർശന പുണ്യം നേടിയത് 26,80,000-ലധികം ഭക്തർ. അയ്യപ്പ ദർശനത്തിനായി കാനനപാത വഴിയെത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി കൃത്യതയാർന്ന ക്രമീകരണങ്ങളാണ് വനംവകുപ്പും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നവംബർ 16 ആരംഭിച്ച ശബരിമല തീർത്ഥാടന കാലം ഒരു മാസം പിന്നിടുമ്പോൾ അയ്യപ്പ ദർശന പുണ്യം തേടിയത് 26,81,460 ഭക്തർ. ഡിസംബർ 16 വൈകിട്ട് 8 മണി വരെയുള്ള കണക്ക് പ്രകാരമാണിത്. വിവിധ കാനനപാതകളിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണവും ഇക്കൊല്ലം വർദ്ധിച്ചു. അഴുതക്കടവ് പമ്പ വഴി 46,690 ഭക്തരും സത്രം വഴി 74,473 പേരും സന്നിധാനത്തെത്തി. പമ്പയിൽ നിന്ന് ശബരിമലയിലെത്തിയവരുടെ എണ്ണം 25,60,297 ആണ്. സത്രം വഴി ശരാശരി 4,000 പേരാണ് അയ്യപ്പ സന്നിധിയിലെത്തുന്നത്. ഒരു മാസം പൂർത്തിയാകുന്ന ഡിസംബർ 16 ആകെ 66,289 ഭക്തരാണ് മല ചവിട്ടിയത്. ഡിസംബർ 8 ഏറ്റവും അധികം പേരെത്തിയത്, 1,01,844 പേർ. നവംബർ 24 ഭക്തരുടെ എണ്ണം 1,00,000 കഴിഞ്ഞിരുന്നു. 1,867 പേരാണ് അന്ന് അയ്യപ്പ ദർശനത്തിനായി എത്തിയത്. കാനനപാത വഴിയെത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി കൃത്യതയാർന്ന ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്രം, ഉപ്പുപാറ, കഴുതക്കുഴി, പാണ്ടിത്താവളം എന്നിങ്ങനെ 4 സെക്ഷനുകളായാണ് സത്രം വഴിയുള്ള കാനനപാതയിലുള്ളത്. സത്രം, ഉപ്പുപാറ പോയിന്റുകളിൽ പോലീസും വനം വകുപ്പുമാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. ബാക്കി പോയിന്റുകളിൽ സുരക്ഷാ ചുമതല പൂർണ്ണമായും വനം വകുപ്പിനാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, വാച്ചർമാർ, എക്കോ ഗാർഡുകൾ തുടങ്ങിയവരാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത്. വന്യമൃഗങ്ങളിൽ നിന്ന് ഭക്തർക്ക് സംരക്ഷണം നൽകുന്നതിനായി റൈഫിളുകളുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ട്. കൂടാതെ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ സഹായത്തിന് ഫയർഫോഴ്സിന്റെയും NDRFന്റെയും ദേവസ്വത്തിന്റെയും സ്ട്രക്ചർ സംഘവും സജ്ജമാണ്. പെരിയാർ വെസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള പമ്പ റേഞ്ചും അഴുത റേഞ്ച് ഉദ്യോഗസ്ഥരും യോജിച്ചാണ് കാനനപാത വഴിയുള്ള ഭക്തരുടെ തീർത്ഥാടന യാത്രയിലെ സുരക്ഷ ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.